മനുവിനോടും യാത്ര പറഞ്ഞ്, അതുപോലെ സ്വന്തം അമ്മയായ വൈജിയോടും യാത്ര പറഞ്ഞ്, മുത്തശ്ശിയോടും യാത്ര പറഞ്ഞ് അലീന അവിടുന്ന് ഇറങ്ങുന്നുണ്ട്. എല്ലാവരോടും യാത്ര പറഞ്ഞ് അവൾ കരഞ്ഞിറങ്ങാണ്. എന്നാൽ വൈജിയുടെ ഉള്ളിൽ ഒരു തീപ്പൊരിട്ടിട്ടാണ് കേട്ടോ അലീന അവിടുന്ന് ഇറങ്ങുന്നത്. ആഗ്രയിൽ വെച്ച് തനിക്ക് നടന്ന ആ ഒരു സംഭവത്തെപ്പറ്റി അലീനയ്ക്ക് നന്നായി അറിയാമെന്ന കാര്യം വൈജിക്ക് മനസ്സിലായി. ആണത്തിന്റെ കൂടെ അവിടെ ജീവിച്ചില്ലേ എന്ന് അലീന ചോദിക്കുന്നു. അതിനർത്ഥം എല്ലാം അറിഞ്ഞിട്ടാണല്ലോ അവൾ ചോദിക്കുന്നത്. അവൾക്കിതൊക്കെ ആര് പറഞ്ഞു കൊടുത്തു, അവൾ എങ്ങനെ അറിഞ്ഞു എന്ന് സംശയത്തിലാണ് കേട്ടോ വൈജിയുടെ മനസ്സ് തെല്ലൊന്ന് പെടഞ്ഞു. ഇനി ബാലേന്ദ്രനെങ്ങാനും ഇത് അറിഞ്ഞു കാണുമോ? ഇതെല്ലാം അറിഞ്ഞു വെച്ചിട്ടാണോ അവളിന്ന് ജീവിതം തകർക്കാൻ കയറി വന്നത്? അങ്ങനെ 100,000 ചോദ്യങ്ങളുടെ നടുവിലാണ് വൈജ. മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ മനു അവിടെ നോക്കി നിൽക്കുന്നുണ്ട്. മനുവിന് ആ കാര്യം സഹിക്കാനാവുന്നില്ല. ഇത്രയും നാളും താൻ ഒരുപാട് സ്നേഹിച്ചിരുന്ന പെൺകുട്ടി തന്നെ വിട്ട് പോന്നു. അലീനയ്ക്കാണെങ്കിലും അങ്ങനെ തന്നെ. ഏതൊരാപത്തിലും തൻ്റെ അടുത്തേക്ക് ഓടിവന്ന് തനിക്ക് ആശ്വാസവാക്കുകൾ പറഞ്ഞ് തന്നെ ചേർത്ത് നിർത്തിയിരുന്ന തൻ്റെ മനുവേട്ടൻ ഇപ്പോൾ മനുവേട്ടനോട് യാത്ര പറഞ്ഞ് പോകാനുള്ള സമയമായി. മനുവോട് യാത്ര പറയുമ്പം അവന് സഹിക്കാനാവുന്നില്ല. ഒന്നും പറയണ്ട എന്ന മട്ടിൽ അവൻ തിരിഞ്ഞു നടക്കാണ്. അലീന പലവട്ടം ആവർത്തിച്ച് മനുവിനെ വിളിക്കുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാൻ അവൻ കൂട്ടാക്കുന്നില്ല. അവൻ്റെ മനസ്സ് കിടന്ന് പിടയുകയാണ് കേട്ടോ. അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർത്തുള്ളിൽ പൊഴിയുന്നുണ്ട്. അകത്തേക്ക് അവൻ കയറി പോകുന്നുണ്ട്. അലീനയും കരഞ്ഞുകൊണ്ട് കാറിൽ ചെന്ന് കയറാണ്. ബാലേന്ദ്രൻ അലീനോട് പറയുന്നുണ്ട്, മനു നിന്നെ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണ്. അവന് നിന്നെ വിവാഹം കഴിച്ച് ജീവിതകാലം മുഴുവനും നിന്റെ കൂടെ വേണമെന്ന് ആഗ്രഹമുണ്ട്. അതെനിക്ക് അറിയാച്ചാ. പക്ഷേ ഇപ്പോഴത്തെയൊക്കെ ഈ പ്രശ്നങ്ങളുടെയൊക്കെ നടുവിൽ അതൊന്നും നടക്കില്ല. എന്തായാലും എല്ലാം ഒന്ന് കലങ്ങി തെളിയട്ടെ. മനുവേട്ടനെ എനിക്ക് ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ ഞാനത് തുറന്നു പറഞ്ഞിട്ടില്ല. തുറന്നു പറയാൻ എനിക്ക് പറ്റുന്നില്ല അച്ഛാ എന്ന് പറയുമ്പോൾ മനു നിന്നെ ഒരുപാട് നന്നായി സ്നേഹിക്കുന്നവനാ, നല്ല മനസ്സുള്ളവനാ, ആത്മാർത്ഥതയും നന്മയുള്ളവനാ. അവനെപ്പോലെ ഒരുത്തനെ കിട്ടാൻ നീ ഭാഗ്യം ചെയ്യണം എന്ന് പറയുമ്പോൾ അതെനിക്ക് അറിയാച്ചാ. മനുവേട്ടൻ്റെ സ്വഭാവം എനിക്ക് നന്നായി അറിയാം. ഏതൊരു സാഹചര്യത്തിലും എന്നെ ചേർത്ത് നിർത്തിയ ആളാ. ഏതൊരു അപകടത്തിലും എന്നെ പൊന്നുപോലെ നോക്കിയ ആളാ. ആ ആളെ ഒരിക്കലും ഞാൻ തള്ളിക്കളയില്ലച്ചാ. എവിടെ ചെന്നാലും മനോഹരൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടാവും എന്ന് അലീന പറയുന്നുണ്ട്. അങ്ങനെ ബാലേന്ദ്രനും അലീനയും വണ്ടിയിൽ യാത്ര തുടരുകയാണ് കേട്ടോ. രണ്ടുപേരും കുളത്തൂപ്പുഴയ്ക്ക് പോവാണ്. അവർ യാത്ര തുടരുകയാണ്. കാർ ചെറിയൊരു കുലുക്കത്തോടെ നിന്നു. അലീന മയങ്ങിപ്പോയിരുന്നു. കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ചെറിയൊരു ടൗൺ. ഊണ് കഴിച്ചിട്ട് പോകാം. ബാലൻ ചന്ദ്രമേനോൻ സീറ്റ് ബെൽറ്റ് അഴിച്ചു. രണ്ടുപേരും ഇറങ്ങി. അലീന കടകളുടെ ബോർഡൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹോട്ടലിന് മുന്നിലാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. ബാലചന്ദ്രമേനോൻ അലീനയും കൂട്ടി ഹോട്ടലിൽ കയറി ഊണ് കഴിച്ചു. തിരിച്ച് കാറിൽ കയറിയിരിക്കുമ്പോൾ അലീന ബാലനെ നോക്കി ചോദിക്കുകയാണ്, നമ്മൾ എങ്ങോട്ടാണെന്ന് അച്ഛൻ ഇതുവരെ പറഞ്ഞില്ല. പറയാം. അയാൾ കാർ സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു തുടങ്ങി. കുന്നുകൾ, മലയടി വാരങ്ങൾ, റബ്ബർ തോട്ടങ്ങൾ. ഇടയ്ക്കൊരുവേള അലീന ചോദിച്ചു, നമ്മൾ കുളത്തൂപ്പുഴയ്ക്ക് തന്നെയാണല്ലോ? അതെ. സ്റ്റാൻലി ജോസഫ് എന്ന് പേരുള്ള ഒരാളെ കാണാൻ. സ്റ്റാൻലി ജോസഫോ എന്ന് ബാലേന്ദ്രൻ ചോദിക്കുകയാണ്. അലീന ചോദിക്കുകയാണ്. ആ പേര് എന്നും പറഞ്ഞ് അലീന ചോദിക്കുമ്പം, നിനക്ക് അറിയോ ആ പേര് എന്ന് ചോദിക്കുകയാണ്. പിന്നെ അറിയില്ലേ? അച്ഛൻ മറന്നുപോയോ? പണ്ട് ഈ സ്റ്റാൻലി ജോസഫിന്റെ കാര്യം എന്നോട് അച്ഛൻ പറഞ്ഞിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ബാലേന്ദ്രന്റെ ചങ്കൊന്ന് പിടയാണ് കേട്ടോ. കാരണം ബാലേന്ദ്രൻ ഇത്രയും കാലം അവൾക്ക് സ്റ്റാൻലിയെ കുറിച്ച് അറിവില്ലെന്നാണ് ഓർത്തത്. പക്ഷെ ആ പേര് അവൾ ഓർത്തു വെക്കുന്നുണ്ട്. എല്ലാം പറഞ്ഞതിന് ശേഷം അലീന ബാലേന്ദ്രനാണോ അലീന സ്റ്റാൻലി ജോസഫ് ആണോ നല്ലതെന്ന് ചോദിക്കുമ്പോൾ അലീന ബാലേന്ദ്രൻ തന്നെയാണെന്ന് അലീന ഒരിക്കൽ പറഞ്ഞത് ബാലേന്ദ്രൻ ഓർക്കാണ്. അങ്ങനെ ബാലൻ കാർ കുറെ കൂടി മുമ്പോട്ട് നീക്കിയ ശേഷം തണലുള്ള ഭാഗത്ത് ഒതുക്കിയിട്ടു. അങ്ങനെ മിനറൽ വാട്ടറിന്റെ കുപ്പിയുമായിട്ട് അയാൾ പുറത്തിറങ്ങുന്നുണ്ട്. റോഡിന്റെ വിളമ്പിൽ കരിങ്കൽക്കെട്ടും വീതിയുള്ള കലുങ്കുമാണ്. കലുങ്ങിനരികെ ചെന്ന് നിന്ന് അച്ഛൻ ഇടവിട്ടിട്ട് ഓരോ കവൾ വെള്ളം കുടിക്കുന്നത് നോക്കി അലീന കാറിലിരിക്കുന്നുണ്ട്. അച്ഛന്റെ മനസ്സ് മറ്റെവിടെയാണെന്ന് അവൾക്ക് തോന്നി. ഇടയ്ക്ക് ബാലൻ തിരിഞ്ഞ് കാറിന് നേർക്ക് നോക്കി അലീനെ കൈകാട്ടി വിളിച്ചു. അലീന കാറിൽ നിന്നിറങ്ങി അടുത്തേക്ക് ചെന്നു. അദ്ദേഹം വെള്ളം കുപ്പി അവളുടെ കയ്യിൽ കൊടുക്കാണ്. 2 കവൾ വെള്ളം കുടിച്ച ശേഷം അവൾ അടപ്പിട്ട കുപ്പി മുറുക്കി അടയ്ക്കുന്നുണ്ട്. ബാലൻ ദൂരത്തിലേക്ക് നോക്കി നിൽക്കുകയാണ്. അവിടെ നിന്നാൽ അകലങ്ങളിലെ ഗിരിനിരങ്ങളും ഇളം നീല കലർന്ന താഴ്വാരങ്ങളും ഹരിതവനങ്ങളും വിശാലമായ റബ്ബർ തോട്ടങ്ങളും കാണാം. അച്ഛൻ എന്താ ആലോചിക്കുന്നേ? നിന്നോട് എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്ന് എനിക്കറിയില്ല. ഒരെത്തും പിടിയും കിട്ടുന്നില്ല. അലീന ആശ്ചര്യത്തോടെയും നിറ കണ്ണുകളോടെയും അവളെ നോക്കാണ്. അച്ഛൻ എന്തൊക്കെയോ ഒളിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു.
സ്റ്റാൻലി ജോസഫ് എന്ന് പറഞ്ഞ പേര് ഇപ്പൊ അച്ഛന്റെ വായിന്ന് വീണത് തന്നെ ഒരു നിമിത്തമല്ലേ? അലീന ആശ്ചര്യത്തോടെ അച്ഛനെ നോക്കാണ്. സ്റ്റാൻലി ജോസഫിന്റെ കാര്യമാണോ അച്ഛാ ഈ ആലോചിക്കുന്നത്? അതെ. അല്ല, അവിടെ വേറെ ആരൊക്കെ ഉണ്ട് അച്ഛാ? എനിക്കെന്താ അവിടെ ജോലി? ഒന്നും അച്ഛൻ എന്നോട് പറഞ്ഞില്ല. സ്റ്റാൻലി ജോസഫ് ആരായിരുന്നു എന്ന് നിനക്കറിയാലോ, നിന്റെ അച്ഛൻ എന്ന് പറയാണ്. അലീന വീണ്ടും വിങ്ങിപ്പൊട്ടി കരയുന്നുണ്ട്. 2 ദിവസമായിട്ട് അച്ഛന്റെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും എന്തൊക്കെയോ മാറ്റങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ അന്ന് വീട്ടിൽ വന്ന അയാളാണോ എൻ്റെ അച്ഛൻ സ്റ്റാൻലി ജോസഫ് എന്ന് ചോദിക്കാണ്. അതെ, അതുതന്നെയാ മോളുടെ അച്ഛൻ എന്ന് പറയുമ്പോഴേക്കും അലീന അടക്കി പിടിച്ച് പൊട്ടിക്കരയുന്നുണ്ട്. എന്തിനാച്ചാ എന്നോട് മറച്ചു വെച്ചത്? അന്ന് തന്നെ പറയായിരുന്നില്ലേ അയാളാ എൻ്റെ അച്ഛനെന്ന്? കഴിഞ്ഞ 23 കൊല്ലമായി എൻ്റെ അമ്മേനെയും അച്ഛനെയും സഹോദരങ്ങളെയൊക്കെ ഒരു നോക്ക് കാണാനായി വിങ്ങിപ്പൊട്ടി നടക്കുകയാണ് ഞാൻ. ആ അച്ഛനെ നേരിൽ കണ്ടിട്ടും എനിക്ക് മനസ്സിലായില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അയാളെ കാണാനാ ഞാനിന്ന് കുളത്തപ്പുഴയ്ക്ക് ഗോവർദ്ധനെയും കൂട്ടി പോയത്, നിന്റെ കാര്യം അവതരിപ്പിക്കാൻ. അയാൾക്ക് നിന്നെ വന്ന് കാണുമെന്ന് പറഞ്ഞു. കണ്ടു വിശ്വസിച്ച ബോധ്യപ്പെട്ടാലേ നിന്നെ ഏറ്റെടുക്കുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ എന്തിനാച്ചാ അവിടെ പോയി ആരൊരക്കുന്ന പോലെ പോകാൻ പോണത്? ഞാൻ വേറെ എങ്ങോട്ടെങ്കിലും പോയിക്കൂടായിരുന്നില്ലേ? അതുകൊണ്ടല്ല മോളെ, അയാളുടെ ഭാഗത്ത് ചിന്തിച്ചാൽ അത് ശരിയല്ലേ? പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഞാൻ പോയിട്ട് നിങ്ങൾക്കൊരു മകളുണ്ടെന്ന് അവളെ സ്വീകരിക്കുമെന്നൊക്കെ ചോദിച്ചാൽ ആരും അംഗീകരിക്കുക? ഞാനാണെങ്കിൽ അംഗീകരിക്കുമോ എന്ന് ചോദിക്കാണ്. ഞാൻ നോക്കിയിട്ട് നിനക്ക് ഏറ്റവും സേഫായ സ്ഥലം നിന്റെ അച്ഛനരികിൽ തന്നെയാണ്. ഇനി നീ വേറെ എവിടെയും വീട്ടുജോലിക്കോ മറ്റെങ്ങോ പോകുന്നത് എനിക്ക് സഹിക്കാനാവില്ല. നിനക്ക് പൊന്നുകൊണ്ട് മൂടാനുള്ള സ്വർണവും പണമൊക്കെ എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ നിന്റെ നിർബന്ധം പ്രകാരം മാത്രമാണ് ഞാനൊന്നും നിനക്ക് ചെയ്യാത്തത്. നിനക്ക് പോകണം, അധ്വാനിച്ച് ജീവിക്കണം എന്നാണല്ലോ നിന്റെ കരുതൽ. അതുകൊണ്ടാണ് മോൾക്ക് മറ്റൊന്നും ഈ അച്ഛൻ ചെയ്യാത്തത്. എങ്കിലും എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെ മോളെ സേഫാക്കാൻ അച്ഛൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പം എനിക്കറിയാച്ച അച്ഛൻ്റെ മനസ്സ് എനിക്ക് നല്ലവണ്ണം അറിയാം. അപ്പോൾ ഞാൻ എൻ്റെ അച്ഛനരികിലേക്കാണ് പോകണതല്ലേ? 23 വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ അച്ഛനെ കാണാൻ പോവാല്ലേ എന്ന് അലീന ചോദിക്കുന്നുണ്ട്. ഒരു വിഷമഘട്ടം തന്നെ ചെയ്തതുപോലെയാണ് ബാലേന്ദ്രമേനോന് തോന്നിയത്. ഇക്കാര്യം അലീനയുടെ സമക്ഷം എങ്ങനെ അവതരിപ്പിക്കുമെന്നറിയാതെ സംഘർഷഭരിതമായ മനസ്സോടെയാണ് അദ്ദേഹം ഇതുവരെ കാർ ഓടിച്ചു വന്നത്. പ്രതീക്ഷിച്ചതിനേക്കാൾ രാഘവത്തോടെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞു. അയാൾക്ക് ആശ്വാസം തോന്നി. ഇനി സാരയില്ല. ബാലൻ തിരിഞ്ഞ് കാറിന് നേർക്ക് നീങ്ങി. അലീന നേരത്തെ തന്നെ കാറിനടുത്തേക്ക് തിരിച്ചു പോയിരുന്നു. ഡോർ അടിച്ച് ഡാഷ്ബോർഡിന് മീലേക്ക് തലവെച്ച് കിടക്കുന്ന അവളെ അദ്ദേഹം നോക്കി കാണുകയും ചെയ്തിരുന്നു. ബാലൻ കാറിനരികെ ചെന്നു. ഡോർ തുറന്നു. അലീന ഇപ്പോഴും കവൺ നടക്കാണ്. അയാൾ കാറിലേക്ക് കയറി നിന്നപ്പോൾ അവൾ ഡാഷ്ബോർഡിൽ നിന്ന് മുഖമുയർത്തി. കയ്യിൽ ചുരുട്ടിപ്പിടിച്ചിരുന്ന തുവാല കൊണ്ട് കണ്ണും കവളൊക്കെ തുടയ്ക്കാണ്. ഡാഷ്ബോർഡിന് മീതെ നനവുണ്ടെന്ന് ബാലൻ കണ്ടു. സീറ്റിലേക്ക് ചാരി എന്നിട്ട് അലീന വിദൂരത്തിലേക്ക് നോട്ടം അയച്ചു. മോളെ, ബാലൻ വിളിച്ചപ്പോൾ അവൾ മെല്ലെ മുഖം തിരിച്ചു നോക്കി. നീ എന്നോട് ഒന്നും ചോദിച്ചില്ല, ഒന്നും പറഞ്ഞുമില്ല. അലയുടെ നോട്ടം നിമിഷങ്ങളോളം അയാളുടെ മുഖത്ത് തങ്ങി നിന്നു. അതിൽ സങ്കടമുണ്ടായിരുന്നു, പരാതികളുണ്ടായിരുന്നു, ആശങ്കയും തെളിഞ്ഞിരുന്നു. ആരാണ് പറഞ്ഞത് സ്റ്റാൻലി ജോസഫിന്റെ അച്ഛനാണെന്ന്? എങ്ങനെയുള്ള ആളാണ് സ്റ്റാൻലി ജോസഫ്? അദ്ദേഹത്തിന് അറിയാവോ ഞാൻ സ്വന്തം മകളാണെന്ന്? അദ്ദേഹം എന്നെ സ്വീകരിക്കോ? എന്നെ സ്നേഹിക്കാൻ കഴിയോ? ആ വീട്ടിൽ എൻ്റെ സ്ഥാനമായിരിക്കും എനിക്ക് ലഭിക്കുക. സ്റ്റാൻലി ജോസഫിന് ഭാര്യയും മക്കളും ഉണ്ടോ? ഉണ്ടെങ്കിൽ അവർക്ക് എന്നെ പറ്റി അറിയോ? അറിയാമെങ്കിൽ അവരുടെ മനോഭാവം എന്തായിരിക്കും? ഞാൻ ആ വീട്ടിലേക്ക് ചെല്ലുന്നതും അവിടെ താമസിക്കുന്നതും അവർ ഇഷ്ടപ്പെടുവോ? ഞാൻ നിമിത്തം അവിടെയും ഒരു കുടുംബഛിദ്രം ഉണ്ടാകുമോ? ഈ സ്റ്റാൻലി ജോസഫ് തൻ്റെ അച്ഛനെന്ന് പറയുന്ന മനുഷ്യൻ ഇത്രയും കാലം എവിടെയായിരുന്നു? താൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയാമായിരുന്നു. എങ്കിൽ എന്തുകൊണ്ടാണ് ഇതുവരെ എന്നെപ്പറ്റി അന്വേഷിക്കാതിരുന്നത്? ഇങ്ങനെ അനേകം ചോദ്യങ്ങൾ അവളുടെ ഹൃദയത്തിൽ അലമാല പോലെ ആവർത്തിച്ചെരുമ്പിക്കൊണ്ടിരുന്നു. ഒടുവിൽ ഇത്ര മാത്രം നിറകണ്ണുകളോടെ അവൾ പറഞ്ഞു, അച്ഛനോട് നേരത്തെ പറഞ്ഞില്ലല്ലോ, ഒരു സൂചന പോലും തന്നില്ല. അവളുടെ തൊണ്ടയിടറി. ബാലന്റെ മുഖം വാടിയിട്ടോ. വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോയേ പറ്റൂ എന്നൊരവസ്ഥ വന്നപ്പോൾ ഞാൻ നിന്റെ അച്ഛനെ അന്വേഷിച്ച് കണ്ടുപിടിച്ചില്ലേ? സ്വന്തം അച്ഛനെ കൊണ്ട് നിന്റെ മകളെ സ്വീകരിപ്പിക്കാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തില്ലേ? നിനക്ക് വേണ്ടിയാ. നീ സന്തോഷമായിരിക്കാൻ, നീ സുരക്ഷിതയായിരിക്കാൻ. ഞാൻ കരുതി നീ ഒരു നല്ല വാക്ക് പറയുമെന്ന്. അലീന വല്ലാതായി. സോറി അച്ഛാ. അവൾ ക്ഷമായാചന നടത്തി. നിനക്കിഷ്ടമല്ലെങ്കിൽ നമുക്ക് തിരിച്ചു പോകാം. സോറി പറഞ്ഞില്ലേ അച്ഛാ? അവൾ അദ്ദേഹത്തിന്റെ ചുമലിലേക്ക് തലചായ്ച്ച് കിടക്കാണ്. നിനക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യുമോ? എല്ലാം നല്ലതിനാണെന്ന് വിചാരിച്ചാൽ മതി. ബാലൻ മൃദുവായി അവളുടെ തോളത്ത് തട്ടി സമാധാനിപ്പിച്ചു. കടുത്ത ശകാരം കേട്ട് ആൻ്റപ്പൻ തലതാഴ്ത്തി നിൽക്കാണ്. സ്റ്റാൻലി നിർത്താനുള്ള ഭാവമില്ല. നിന്നോട് ഞാൻ ഇന്നലെ മുതൽ പറഞ്ഞതല്ലേ, ഇനിയിപ്പോ ഇത് മാറ്റി വേറെ വാങ്ങിടാൻ സമയമുണ്ടോ? ഞാൻ വിചാരിച്ചു ഇതിന് കുഴപ്പമില്ലല്ലോ എന്ന് ആൻ്റപ്പൻ പറഞ്ഞു.
നീ വിചാരിച്ചു നിന്റെ വിചാരത്തിനാണോ എൻ്റെ കമാൻഡിനാണോ ഈ വീട്ടിൽ സ്ഥാനം? നീ ഹൗസ് ഓണറും ഞാൻ കാര്യസ്ഥനുമാണോ? അല്ലല്ലോ. ഇന്ന് തന്നെ മാറ്റിയിട്ടേക്കാം. ഇനി നീ മാറ്റണ്ട. ഈ റൂമിലെ പഴയ സാധനങ്ങളെല്ലാം മാറ്റി സെറ്റിയുടെ കുഷ്യൻ മാത്രം പഴഞ്ചൻ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം ഞാൻ നിന്നോട് പറഞ്ഞല്ലേ. ഇന്നിവിടെ ഒരു ഗസ്റ്റ് വരികയാണ്. ഇവിടെ താമസിക്കാൻ എനിക്ക് വേണ്ടപ്പെട്ടയാൾ. സ്റ്റാൻലി പിന്നെയും അതുതന്നെ ഓർമ്മിപ്പിച്ചു. 2 ദിവസമായി ആ വിശിഷ്ടാവധിയെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ തകൃതിയെ നടക്കാണ് ആ വീടിനുള്ളില്. വീടിന് പുറമേയുള്ള അറ്റകുറ്റപ്പണികൾ 4 ദിവസം മുമ്പേ തുടങ്ങിയിരുന്നു. പ്രാക്കൂട് പോലും വൃത്തിയാക്കി. ആമ്പൽപ്പൊയ്കയും ഫൗണ്ടനും വൃത്തിയുള്ളതും പ്രവർത്തനക്ഷമമാക്കി. ഉദ്യാനത്തിലെ കേടുവന്ന മെർക്കുറി ലൈറ്റുകളും മാറ്റി പുതിയവ സ്ഥാപിച്ചു. ചെടികൾക്കുള്ളിൽ നിന്ന് കാടുകളും കരികളും നീക്കം ചെയ്തു. വീടിന്റെ പെയിന്റിംഗ് പണി 2 ദിവസം കൊണ്ട് തീർക്കാൻ 17 പേരെയാണ് ജോലിക്ക് വെച്ചത്. ആശാരിമാരും മേസ്തിരിമാരും ചേർന്ന് ഒറ്റ ദിവസം കൊണ്ട് വീടിനുള്ളിലെ അറ്റകുറ്റപ്പണികൾ തീർത്തു. ജനൽ കാർട്ടൻ വാതിൽ വിരികളും എല്ലാം മാറ്റി പുതിയവ വാങ്ങിയിട്ടു. പെയിന്റിംഗ് കഴിഞ്ഞ് അന്ന് രാത്രി തന്നെ വീടിന് ഉൾഭാഗം കഴുകി വൃത്തിയാക്കി. കേടുവന്ന ഫർണിച്ചറുകളും കുഷ്യനുമെല്ലാം നീക്കം ചെയ്തു. മുൻവരാന്തം മുതൽ പ്രധാന ഹാൾ വരെയുള്ള നീണ്ടതും വിശിഷ്ടവുമായ മുറികൾ നിറങ്ങളിലുള്ള 5 തോരണങ്ങൾ കൊണ്ട് അലങ്കരിച്ചു. അവിടെ വിവിധ വർണ്ണങ്ങളുള്ള വീർപ്പിച്ച ബലൂണുകൾ കെട്ടിത്തൂക്കി. പ്രധാന മുറികളെല്ലാം മേശപ്പുറത്ത് ഫ്ലവർ വേസുകൾ വെച്ചു. അതിഥികൾക്കായുള്ള ബെഡ്റൂമിലുണ്ടായിരുന്ന വലിയ കട്ടിൽ അതേപടി മാറ്റിയിട്ട് കൊത്തുപണികളുള്ള വാങ്ങി സ്ഥാപിച്ചിരിക്കുകയാണ്. ഫോം ബെഡും തലയണകളുമെല്ലാം പുതുപുത്തൻ വിലപിടിപ്പുള്ളതുമാണ്. മുറിയിലെ മേശയും സോഫയും കസേരയും പുതിയത് തന്നെ. ഒരു സെറ്റ് മാത്രമുള്ള പഴയത്. അതിന്റെ കുഷ്യൻ ഭംഗിയുള്ളതായതുകൊണ്ട് ആൻ്റപ്പൻ അത് മാത്രം മാറ്റിയില്ല. അത് മാറ്റേണ്ട കാര്യമില്ലെന്ന് ഒറ്റനോട്ട് തന്നെ ആർക്കും മനസ്സിലാവും. പക്ഷേ കേണൽ സാബിന് അത് മാറ്റി പുത്തൻ വെക്കാതിരുന്നത് ഒട്ടും പിടിച്ചില്ല. ആരോടത്തൊരു വലിയ അതിഥി, അത് മാത്രം കേണൽ സാബ് പറയുന്നില്ല. കേണൽ സാബ് ഇതുവരെ കേണൽ സാബിനേക്കാൾ വലിയനായി ആരെങ്കിലും പരിഗണിക്കുന്നത് ആൻ്റപ്പൻ കണ്ടിട്ടില്ല. ഇതിപ്പോൾ അതിഥികൾക്കുള്ള ഈ മുറിയിൽ കേണൽ സാബ് പുത്തനൊരു TV കൂടി വാങ്ങി സ്ഥാപിച്ചിരിക്കുന്നു. അതുകൂടാതെ ഒരു AC-യും. അതിനർത്ഥം വരാൻ പോകുന്ന അതിഥി കുറച്ച് ദിവസത്തോടെ താമസിക്കുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും കേണൽ സാബിന്റെ വായന്ന് എന്തെങ്കിലും കേട്ടുകൊണ്ടേ ഇരിക്കേണ്ടി വരും എന്ന് ആൻ്റപ്പൻ ഇപ്പോഴേ കണക്ക് കൂട്ടി. കല്യാണ സദ്യ ഒരുക്കുന്നത് പോലെ 2 പേരെ വിളിച്ചിട്ടാണ് കേണൽ സാബ് എന്നിവിടെ ഭക്ഷണം ഉണ്ടാക്കിച്ചത്. ഉച്ചയ്ക്ക് മുമ്പ് അതിഥി എത്തുമെന്ന കേണൽ സാബിന്റെ പ്രതീക്ഷ തെറ്റി. വളരെയധികം രുചികരമായ വിഭവങ്ങളോട് തയ്യാറാക്കിയ ഉച്ചഭക്ഷണം പാഴായി. എന്നിട്ടും കേണൽ പ്രതീക്ഷ കൈവിട്ടില്ല. ഇടയ്ക്കിടെ പൂമുഖത്ത് ചെന്ന് നോക്കുന്നു. നായ്ക്കളുമുണ്ട് കൂടെ. അവറ്റകൾ എന്ത് അസ്വസ്ഥരായി അങ്ങനെ തിക്കിത്തിരിക്കി നടക്കുന്നുവെന്ന് ആൻ്റപ്പന് മനസ്സിലായില്ല. അവറ്റകൾക്കും അറിയാവോ വിശിഷ്ടാതി വരാനുണ്ടെന്ന്? ഒരുപക്ഷെ കേണൽ സാബ് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടാവും. കേണൽ സാബ് എന്ത് പറഞ്ഞാലും അവറ്റകൾക്ക് മനസ്സിലാവും. കേണൽ സാബിന് ഭാഷയാണോ അറിയാവുന്നത്, അതോ പട്ടികൾക്ക് സാബിന്റെ ഭാഷയാണോ അറിയാവുന്നത് എന്നിതുവരെ ആൻ്റപ്പനെ തെറ്റിപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഡ്രൈവർ ബൈജുവും ഇത്തരം അത്ഭുതത്തിലാണ്. വിശിഷ്ടാതിഥിക്ക് സഞ്ചരിക്കാൻ വേണ്ടി സ്റ്റാൻലി മുതലാളി ഒരു കാർ വരുത്തിയിട്ടുണ്ട്. പുതിയൊരു കാറ്. വരാൻ പോകുന്ന അതിഥിക്ക് വേണ്ടി സ്റ്റാൻലി മുതലാളി ലക്ഷങ്ങൾ മുടക്കി ഒരു കാർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തുതരം അതിഥിയായിരിക്കും? അതാണ് ബൈജുവിന്റെ അത്ഭുതം. ഇത്രമേൽ വർണ്ണശബളമായി ഏതെങ്കിലും വീടുകൾ ഒരുക്കുന്നത് ബൈജു കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഓണത്തിനും ക്രിസ്മസിനും മാത്രമാണ്. ബൈജു ആരും കാണാതെ കാർ ഷെഡിനുള്ളിലിരുന്ന് ഒരു സിഗരറ്റ് വലിച്ചു. അതിനിടയിൽ തോട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഇരുമ്പ് ഗേറ്റിൽ നിന്ന് കാറിന്റെ ഹോൺ ശബ്ദം കേട്ടു. ബൈജു സിഗരറ്റ് 2-3 ആവർത്തി ആഞ്ഞു വലിച്ചു. പുകയെടുത്തിട്ട് കുറ്റിതായിട്ട് ചവിട്ടിക്കിടത്തി. അതിഥി വരികയാണെന്ന് അവന് തോന്നി. എന്നാൽ വീടിന്റെ മുറ്റത്തേക്ക് വന്നുകൊണ്ടിരുന്ന കാർ കണ്ടപ്പോൾ ബൈജുവിന്റെ പ്രതീക്ഷ അസ്തമിച്ചു. ഈ കാർ അവന് പരിചയമുണ്ട്. പാല രജിസ്ട്രേഷനാണ്. ഇതിനു മുമ്പ് ഈ കാറിവിടെ വന്നിട്ടുണ്ട്. അവൻ ഓർക്കാണ്. കാർ വന്ന മുറ്റത്തിൽ നിന്നു. കാറിന്റെ ഡോറ് തുറന്ന് ബാലിനിറങ്ങുന്നവർ കണ്ടപ്പോൾ ബൈജു നിരാശനായി. ഇയാളല്ല അതിഥി, വരാനിരിക്കുന്നതേ ഉള്ളൂ. കാരണം ആൻ്റപ്പനും ബൈജു എല്ലാവരും ആ അതിഥിയെ കാത്തു നിൽക്കുകയാണ്. 3 പേരും പരസ്പരം നോക്കിയിട്ട് ഇയാളെന്ന് വന്നു പോയതല്ലേ, ഇയാളായിരിക്കും അതിഥി എന്നൊക്കെ ചോദിക്കാണ്. അപ്പോഴേക്കും കോഡ്രൈവറുടെ ഭാഗത്തെ ഡോറ് തുറക്കപ്പെട്ടു. മഴവില്ലെടുത്ത ഒരു പെൺകിടാവ് കാറിൽ നിന്ന് ഇറങ്ങുന്നു. ഒറ്റ കാഴ്ചയിൽ ബൈജുവിന് സ്റ്റാൻലി മുതലാളിയുടെ മൂത്ത മകൾ ഡാനിയുടെ ചായ തോന്നി. അവൾ നിന്ന നിൽപ്പിൽ ഒന്ന് ചുറ്റിത്തിരിഞ്ഞ് പരിസരം നോക്കുകയാണ്. റീത്ത കൊച്ചമ്മയുടെ ആരെങ്കിലും ആയിരിക്കോ? ബൈജുവിന് അവൾ നിന്ന് കണ്ണെടുക്കാൻ തോന്നിയില്ല. ഇതാണ് സ്റ്റാൻലി ജോസഫിന്റെ വീടെന്ന് പറഞ്ഞുകൂടാ, എസ്റ്റേറ്റ് ബംഗ്ലാവ്. ബാലൻ ആലിനോട് പറഞ്ഞു. അവളുടെ മുഖത്ത് സമ്മിശ്ര വികാരങ്ങൾ തെളിഞ്ഞും മാഞ്ഞുമിരുന്നു. നായ്ക്കൂടുകളിൽ നിന്ന് ഇടതടവില്ലാതെ നായ്ക്കൾ കുറച്ച് ബഹളം ഉണ്ടാക്കി. വാ, ബാലൻ അലീനെ കൈക്ക് പിടിച്ച് വീട് നേർക്ക് നീങ്ങി. അവർ സിറ്റോളിൽ ചെന്ന് കയറിയതും 4-5 കൂറ്റൻ നായ്ക്കൾ മുൻവാതിൽ കടന്നു വന്നു.
അലീനയും ബാലനെ നോക്കി ഒരു നിമിഷം സംശയിച്ചു നിന്നു. പിന്നെ അവരുടെ സമീപത്തേക്ക് ചെന്നു. ബാലൻ ഭയന്ന് കുറച്ചൊന്ന് പിന്നോട്ട് മാറിട്ടോ. ബൈജു ആൻ്റെപ്പുരം ഞെട്ടിത്തേരിച്ച് നിൽക്കാണ്. നായ്ക്കൾ അലീനയെ വളഞ്ഞ് മുൻകാലുകൾ ഉയർത്തി അവളുടെ നേർക്ക് ചാടി. അവളുടെ കഥ കഴിഞ്ഞെന്ന് തന്നെ കരുതി ബൈജുവും ആൻ്റെപ്പനും കണ്ണിറുക്കി അടിച്ച് നിൽക്കാണ്. വീണ്ടും നിൽക്കുമ്പോൾ കണ്ട കാഴ്ച അവരെ ഞെട്ടിച്ചു കളഞ്ഞു. ആ പെൺകുട്ടിയുടെ കൈത്തണ്ടയിലും വിരലുകളിലും മുഖത്തൊരുമുകയും നാവ് നീട്ടി നക്കുകയും ചെയ്യുകയാണ് ഒരൊത്ത കടുവയോളം പോകുന്ന ജർമ്മൻ ഹണ്ട് പോലും. അവളാണെങ്കിൽ അവറ്റകളെ കെട്ടിപ്പിടിക്കുകയും തലോടുകയും ചെയ്യുന്നു. ഇതെന്ത് മറിമായം! 8 വർഷമായി ബൈജുവും ആൻ്റപ്പനൊക്കെ സ്റ്റാൻലി ജോസഫിന്റെ ഡ്രൈവറായും അവിടുത്തെ കാര്യസ്ഥനുമൊക്കെയായിട്ട് ജോലി ചെയ്യാണ്. ഇതിനിടയിൽ ഒരിക്കൽ പോലും ഈ പെണ്ണിവിടെ വരികയോ ഈ നായ്ക്കളുമായി ചങ്ങാത്തം കൂടുകയോ ചെയ്തിട്ടില്ലെന്ന് അവർക്ക് ഉറപ്പുണ്ട്. ബൈജുനും ആൻ്റപ്പനും വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. ബാലനും അലീനയ്ക്ക് മാത്രം മനസ്സിലായി. അവൾ ജനിച്ച അന്ന് മുതൽ നായ്ക്കളുടെ സമൂഹം അവളോട് പുലർത്തിപ്പോകുന്ന മമതയുടെയും വിധേയത്തിന്റെയും ആന്തരാർത്ഥം എന്തായിരുന്നെന്ന്. 2 നായ്ക്കൾ അവളുടെ ആഗമനം അറിയിക്കാനെന്നോണം അകത്തേക്ക് കുതിച്ചോടി. ബാക്കിയുള്ള 3 പേർ അവളുടെ ചുറ്റും വട്ടമിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞാഴ്ച വന്നപ്പോൾ ഈ ഇവിടെ ഇങ്ങനെയായിരുന്നല്ലോ, ബാലൻ അതിശയം മറച്ചു വയ്ക്കാതെ പറഞ്ഞു. അലീന ചോദ്യഭാവത്തില് നോക്കുകയാണ്. ആകെ ഒന്ന് റിഫ്രഷ് ചെയ്ത പോലെയുണ്ട്. പുതിയ പേനിന്റെ പുതിയ അലങ്കാരങ്ങൾ. നിന്നെ വെൽക്കം ചെയ്യാൻ വേണ്ടിയായിരിക്കും. അപ്പോഴേക്കും ആൻ്റപ്പൻ അകത്തുനിന്ന് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ഇങ്ങോട്ട് കയറി വന്നോളൂ, കേണൽ സാറിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ബാലന് അല്പം നീരസം തോന്നി. സ്റ്റാൻലി സ്വമേധ ഇറങ്ങി വന്ന് മകളെ സ്വീകരിച്ച് ആനയിക്കേണ്ടതല്ലേ, അതല്ലേ മര്യാദ. ബാലൻ അലീനെ നോക്കിയ ശേഷം ആൻ്റപ്പന് പിന്നാലെ നീങ്ങി. അച്ഛനെ അനുഗമിക്കുന്നതിനിടയിൽ അവൾ തോരണങ്ങളും ബലൂൺ പൂങ്കലുകളും കണ്ട് വിസ്മയം പൂണ്ടു. ഇരിപ്പിടങ്ങൾ ഭംഗിയായി സജ്ജീകരിക്കപ്പെട്ട ഹാളിൽ അവളെ എത്തിച്ച ശേഷം ആൻ്റപ്പൻ പിന്മാറി. വാതിൽ പുറമേന്ന് ചാരി. നായ്ക്കൾ ഹാളിൽ അങ്ങിങ്ങ് കൂട്ടം ചേർന്ന് തമ്മിൽ എന്തോ കൂടിയാലോചിക്കുന്ന പോലെ നിൽക്കുകയും പിന്നെ അലീനയ്ക്ക് സമീപം വന്ന് അവൾക്ക് കാവലെന്നോണം നിലയിറപ്പിക്കുകയും ചെയ്തു. ഒരു റൂമിന്റെ വാതിൽ തുറക്കപ്പെട്ടു. സ്റ്റാൻലി പുറത്തേക്ക് വരുന്നത് അവളെ കണ്ടിട്ടോ. സ്കൈ ബ്ലൂ കളറിലുള്ള സവിശേഷമായ തുന്നലോട് കൂടിയ പാൻസും കോട്ടും, നല്ല ഉയരം, നല്ല കട്ടി മീശ, നല്ല വെളുത്ത് തൊടുത്ത ഇതും. അങ്ങനെ അലീന അന്ന് കണ്ട അദ്ദേഹത്തെ ഓർക്കാണ്. ആ മുഖം എൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല അച്ഛാ. ഇപ്പോ കണ്ടപ്പോ ഒന്നുകൂടി മനസ്സുള്ളില് എന്തോ പോലെ എന്ന് പറയാൻ കേട്ടോ. ഹലോ മിസ്റ്റർ ബാലചന്ദ്രൻ, ഗുഡ് ആഫ്റ്റർനൂൺ. അയാൾ കഴിഞ്ഞിട്ടിയപ്പോ ബാലനും ഷേക്ക് ഹാൻഡ് കൊടുത്തു. ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ അലീന. സ്റ്റാൻലി ജോസഫ് അവളുടെ നേർക്ക് കഴിഞ്ഞിട്ടി. അലീന അനങ്ങിയില്ല കേട്ടോ. എമ്മയനക്കാതെ അയാളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് നിന്നു. വലിപ്പമുള്ള ആ മനുഷ്യൻ ഔപചാരികമായി പരിചയപ്പെടാൻ ശ്രമിക്കുന്നു. അത് തന്റെ അച്ഛനാണെന്ന ചിന്ത പോലും അരോചകമായി അവൾക്ക് തോന്നി. സ്റ്റാൻലിയും കുറച്ച് അസ്വസ്ഥനായി. അലീന കഴിഞ്ഞിട്ട് ഷിൽഖാന് നൽകാതിരുന്നത് അദ്ദേഹത്തിനങ്ങ് പിടിച്ചില്ല കേട്ടോ. ഓക്കെ, ഇൻസ്റ്റോൾഡേ. അയാൾ നീട്ടിയ കൈ പിൻവലിച്ചു. ബാലനെ നോക്കി. ഞാൻ മനഃപൂർവ്വമാണ് പുറത്തേക്ക് വരാഞ്ഞത്. ജോലിക്കാരുണ്ട് വെളിയിൽ. നമ്മൾ നമ്മുടെ പ്രൈവസി കീപ്പ് ചെയ്യണമല്ലോ. കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് മുൻകൂട്ടി നിശ്ചയിക്കാതിരിക്കാൻ വയ്യ. ഇത് കുഴപ്പമില്ല, പുറത്തു വെച്ചു ആകാമായിരുന്നു. സ്റ്റാലിയുടെ സ്വരത്തിൽ ഒരല്പം വല്ലായ്മയുണ്ടെന്ന് ബാലന് മനസ്സിലായി. അച്ഛനും മകളും തമ്മിലുള്ള കണ്ടുമുട്ടൽ വേണ്ടത്ര വികാരനിർഭരമായില്ല. ഇങ്ങോട്ട് വരുന്ന വഴി യാത്രക്കിടയിൽ ഞാൻ നിങ്ങളെ അലീനയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്രതീക്ഷിതമായതുകൊണ്ട് കുറച്ചൊരു പ്രയാസമൊക്കെ ഉണ്ടായി. പെട്ടെന്നൊരു അച്ഛനുണ്ടാവുക, ഇത് ഇന്നയാളാണെന്ന് അറിയുക, അത് ഉൾക്കൊള്ളാൻ കഴിയുന്നതിന് മുന്നേ ആ ആളിന് മുമ്പിൽ ചെന്ന് നിൽക്കേണ്ടി വരിക, അതാരായാലും ഒന്ന് പതറിപ്പോവില്ലേ എന്ന് പറയുമ്പോൾ ദാറ്റ്സ് ക്വയർ നാച്ചുറൽ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. സ്റ്റാൻലി തലകുനിക്കി. ഞാൻ പറഞ്ഞത് നിങ്ങൾക്കിടയിൽ അഭിനയത്തിന്റെ ആവശ്യം ഇനിയില്ല എന്നാണ്. കുറച്ചടുത്ത് പെരുമാറുമ്പോൾ ഈ വിഷമം മാറിക്കിട്ടും. ശരിയാണ് മിസ്റ്റർ മേനോൻ, നിങ്ങൾ അതിനെ നന്നായി കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അവളെ നന്നായി നോക്കിയിട്ടുണ്ടെന്നും എനിക്കറിയാം. സ്റ്റാൻലി മേനോനെയും അലീനയും ഒരേ സമയം തന്നെ അകത്തേക്ക് വിളിക്കുകയാണ്. ഞാൻ എൻ്റെ മകളെ പോലെയാണ് ഇവളെ കണ്ടിട്ടുള്ളത്. അത്രയ്ക്ക് സ്നേഹമാ എനിക്കിവളോട്. എനിക്കറിയാം, എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ ഇരിക്കുന്നില്ല, എൻ്റെ ജോലി കഴിഞ്ഞല്ലോ, എനിക്കുടനെ തിരിച്ചു പോകണം, ബാലൻ പറഞ്ഞു. അലീനയ്ക്ക് വല്ലാണ്ടൊരു പരിഭ്രാന്തിയായി കേട്ടോ. ഇതുവരെ തനിക്ക് അന്യവും അജ്ഞാതവുമായിരുന്ന ഒരു വീട്ടിൽ വന്ന് അപരിചിതനായ ഒരാളുടെ അടുത്തിലേക്ക് തൻ്റെ അച്ഛനാണെന്നും പറഞ്ഞ് പെട്ടിട്ട് സ്ഥലം വിടുകയാണോ എൻ്റെ അച്ഛൻ? നിങ്ങൾ അങ്ങനെ പോകരുത് മിസ്റ്റർ മേനോൻ. ഇന്നൊരു ദിവസമെങ്കിലും എൻ്റെ അതിഥിയായി ഇവിടെ താമസിക്കണം.
എൻ്റെ കുട്ടികൾ അവിടെ തനിച്ചാണ്, എനിക്ക് പോയേ പറ്റൂ. എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം, ഇല്ലെങ്കിൽ അതെന്നെ അപമാനിക്കുന്നത് പോലെ ആയിരിക്കും. ഞങ്ങൾ 2 മണിക്കാണ് ഊണ് കഴിച്ചത്. ഇപ്പോൾ സമയം 3:30 മണി. ഒന്നാമത് വിശക്കുന്നില്ല. ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റാണ്. ഭക്ഷണത്തിൻ്റെ ആഡംബര വിഭവങ്ങളൊന്നും ഞാൻ തൊട്ടുകൂടാ. താങ്കൾക്ക് നിർബന്ധമാണെങ്കിൽ ഒരു ചായ കുടിക്കാം. സ്റ്റാൻലി ബാലനെ നോക്കി അല്പസമയം നിശബ്ദനായി നിന്നു. ഓക്കെ, അയാൾ തലകുലുക്കി. പിന്നെ ആൻ്റപ്പനെ വിളിക്കാനായി ഹാളിൽ നിന്ന് പുറത്തേക്ക് പോയി. ബാലൻ അലിനോട് തോളിൽ തോണ്ടി. എന്തു പറ്റി നിനക്ക്? ഞാൻ എവിടെയാണ് താമസിക്കേണ്ടത് അല്ലേ? അതെ, നല്ല വീടല്ലേ, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. വേറെ ആരില്ല അച്ഛാ ഇവിടെ? ജോലിക്കാരുണ്ട്, നമ്മൾ കണ്ടതല്ലേ. അതല്ലാതെ കുടുംബാംഗങ്ങൾ ആരും? ഭാര്യയും മക്കളുമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഇവിടെ ആയിരിക്കില്ല, ഇത് എസ്റ്റേറ്റ് ബംഗ്ലാവല്ലേ. എൻ്റെ അച്ഛൻ തന്നെയാണതല്ലേ. നിനക്കെന്താ വിശ്വാസം വരുന്നില്ലേ? അച്ഛൻ ശ്രദ്ധിച്ചില്ലായിരുന്നോ? ഷേഖാനെ കൈ നീട്ടിയത് ചുമ്മാ ഒരു ചടങ്ങ് കഴിക്കണമെന്ന പോലെ. ഹലോന്ന്. സ്വന്തം മകളെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നല്ലേ? അല്ല, എന്നിട്ട് ശരിയാണല്ലോ, അന്ന് വീട്ടിൽ വന്നപ്പോൾ കണ്ടതാണല്ലോ അല്ലേ. എങ്കിലും എന്നെ ആദ്യമായിട്ടല്ലേ സ്വന്തം മകളാണെന്നും പറഞ്ഞ് സ്വന്തം അച്ഛനാണെന്നും പറഞ്ഞ് അടുത്ത് കാണുന്നത്. എന്നിട്ട് ആ ഒരു സ്നേഹപ്രകടനം ഒന്നുമില്ല അച്ഛാ എന്നൊക്കെ അലീന ബാലിനോട് പറയാണ്. സ്റ്റാൻലി വന്ന് 2 പേരെയും ഊണുമുറിലേക്ക് ക്ഷണിക്കുകയാണ്. ദീർഘവൃത്താകൃതിയിലുള്ള ഡൈനിങ് ടേബിൾ, അതിൽ നിറയെ ഫുഡ് ട്രേകൾ, സ്റ്റീൽ ബേസിനുകൾ, ബൗളുകൾ, തെർമോവെയറുകൾ. ടേബിളിന്റെ ഒത്ത മധ്യഭാഗത്ത് ഏതാനും പഴക്കൂടുകളിൽ ആപ്പിൾ, മുന്തിരി, മാമ്പഴം, പൂവൻപഴം എന്നിവ. ഒരറ്റത്ത് ചെറിയ ഗ്യാസ് സിലിണ്ടർ അടക്കമുള്ള സ്റ്റവോട് കൂടിയ ഡിഷുകൾ. അവയിലിരുന്ന് ഭക്ഷണപദാർത്ഥങ്ങൾ ചൂടാവുന്നുണ്ട്. 2 പാചകക്കാർ അവിടുന്ന് ആഹാരം പാചകം ചെയ്യുന്നുണ്ട്. പൊരിച്ചതും കറിവെച്ചതുമായ ചിക്കൻ്റെയും മീനിൻ്റെയും ഹൃദ്യമായ ഗന്ധം വായുവിൽ തങ്ങി നിൽക്കുന്നുണ്ട്. ചപ്പാത്തിയും പൊറോട്ടയും പാലപ്പവും കപ്പയും എല്ലാം മേശപ്പുറത്തുണ്ട്. ചോറും മറ്റെല്ലാ ഐറ്റങ്ങളും തന്നെ ടേബിൾ ഇരിപ്പുണ്ട്. ബാലിന് കഴിക്കണമെന്നില്ലായിരുന്നെങ്കിലും ഊൺമുറിയിലെ അന്തരീക്ഷം വിശപ്പില്ലാത്തവനെ കൊണ്ട് പോലും കഴിപ്പിക്കാൻ പോകുന്നതായിരുന്നു. സ്റ്റാൻലി അയാളുടെ പ്ലേറ്റിലേക്ക് ഒരു ചപ്പാത്തിയും ചിക്കൻ ഫ്രൈയും കഷ്ണവും എടുത്തു വെച്ചപ്പോൾ നിരസിക്കാൻ ബാലിന് തോന്നിയില്ല. കഴിച്ചപ്പോൾ അത് സ്വാദിഷ്ടമാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു. അലിനെ ചായ മാത്രമേ കഴിച്ചുള്ളൂ. സ്റ്റാൻലിയുടെ ഭാര്യയും മക്കളും എവിടെയാണ്? അലിനയ്ക്ക് വേണ്ടി ബാലൻ ചോദിച്ചു. അഞ്ചലിൽ, അവിടെയാണ് വീട്. അവരറിഞ്ഞു അലിന വരുന്ന വിവരം? ഇല്ല. അറിയിക്കണ്ടേ? വേണം. അതൊരു കലഹത്തിന് കാരണമാകുന്നുവെങ്കിൽ ഇവളെൻ്റെ വീട്ടിലേക്ക് തിരിച്ചയച്ചേക്കണം. അതിന് സ്റ്റാൻലി മറുപടി പറഞ്ഞില്ല. ഭക്ഷണം കഴിച്ചതും ബാലേന്ദ്രൻ മടങ്ങിപ്പോകാനൊരുങ്ങി. സ്റ്റാൻലി അയാൾക്ക് കൈ കൊടുത്ത് നന്ദി പറഞ്ഞു. നിങ്ങളുടെ കടപ്പാട് പറഞ്ഞു തീർക്കാവുന്നതല്ല. നല്ല മനുഷ്യൻ തീരെ കുറച്ച് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതിലൊരാളാണ് നിങ്ങൾ. സ്നേഹിക്കാൻ ആർക്കും പറ്റും, സഹായിക്കാൻ ഏതൊരാൾക്കും കഴിയും. നന്മ ചെയ്യാനുള്ള കഴിവും മിക്കവർക്കും ഉണ്ട്. പക്ഷേ സാക്രിഫൈസ് ചെയ്യാൻ ത്യാഗികൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. എൻ്റെ മകളെ സ്നേഹിച്ചപ്പോൾ നിങ്ങൾ ത്യാഗമാണ് ചെയ്തത്. അവളെ ഏൽപ്പിച്ചു തരാൻ വേണ്ടി എന്നെ സമീപിച്ചതും വലിയ ത്യാഗമാണ്. എനിക്കതിൻ്റെ ആഴമറിയാം. അയാളുടെ ശബ്ദത്തിനുള്ളിൽ വിങ്ങിയ ആത്മാർത്ഥത ബാലേന്ദ്രന്റെ മനം കുളിർപ്പിച്ചു. അലീന കാറിനടുത്ത് ഒരു അച്ഛനോടൊപ്പം ചെന്നു. അവൾ ഏത് നിമിഷവും കരയുന്ന മട്ടിൽ വിതുമ്പി നിൽക്കുകയാണ്. ബാലൻ ഡിക്കിയിൽ നിന്ന് പെട്ടിയിൽ എടുത്തു വെച്ച് ഡിക്കി അടച്ചതോടെ അവളുടെ ഉള്ളിൽ സങ്കടത്തിന് ചിറപൊട്ടി. ബാലൻ അവളെ കെട്ടിപ്പിടിച്ച് സിരശിൽ തലോടുകയാണ്. കരയരുത്. അച്ഛനോടെ കൊണ്ടുവന്ന് അറിയാത്ത ദിക്കിൽ വിട്ട് ഭാരം ഒഴിവാക്കി പോവുകയാണെന്ന് വിചാരിക്കരുത്. എൻ്റെ സ്വന്തം മോളെ അന്യ വീട്ടിൽ കൊണ്ടുചെന്ന് നിർത്തുമ്പോൾ ദത്ത് നിർത്തേണ്ടി വരുന്നതിൻ്റെ വേദനയോടെയാ അച്ഛൻ തിരിച്ചു പോകുന്നത്. അതും എനിക്ക് മനസ്സിലുണ്ടായിട്ടില്ല, മോള് നിർബന്ധിച്ചുകൊണ്ട് മാത്രം. പറഞ്ഞു വരുന്നതിനിടയിൽ ബാലിൻ്റെ കണ്ണിൽ നനവുറുകയും തൊണ്ടയിടുകയും ചെയ്തു. അച്ഛൻ പോയിക്കോട്ടെ, നിനക്കിന്ന് മുതൽ വേറെ അച്ഛനുണ്ട്, നിന്റെ സ്വന്തം, അത് മറക്കരുത്. എന്നാലും എനിക്കൊരു അച്ഛൻ്റെ സ്നേഹം ആദ്യമായിട്ട് വന്നത്, എന്നെ ആദ്യം മോളെന്ന് വിളിച്ചത് ഈ അച്ഛനല്ലേ. ഞാനും ആദ്യമായിട്ട് അച്ഛനെന്ന് വിളിച്ചത്, അതെനിക്ക് മറക്കാൻ പറ്റുമോ? അലീന വിരുമ്പി കരയുന്നുണ്ട്. നീ കരഞ്ഞു നിൽക്കുന്നത് കണ്ടിട്ട് പോയാൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. അലീന വേഗം കവള് തുടച്ചു. വീട്ടിൽ ചെല്ലുമ്പോൾ അച്ഛൻ 3 പേരെയും വിളിച്ച് ആശ്വസിപ്പിക്കണം. അവരോടെല്ലാം സംസാരിക്കണം. എന്ന് സംസാരിക്കണം, പ്രത്യേകിച്ച് രോഹിത്തിനോട്. എനിക്കറിയാം, നീ അവിടെ ഉള്ളപ്പോഴത്തെ പോലെ തന്നെ എല്ലാം ഞാൻ നടത്തിക്കോളാം. അമ്മ തിരിച്ചു വരില്ലല്ലേ? അപ്പോൾ അച്ഛൻ അമ്മയോട് വേണ്ട, ആ ഒരു വിഷയത്തിൽ മാത്രം നീ ഇടപെടേണ്ട, എനിക്കത് ഇഷ്ടമില്ല. അലീന അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് ദയനീയമായി നോക്കുന്നുണ്ട്. ബാലനോട് കവളത്ത് തലോടി. സാരമില്ല, ചില കാര്യങ്ങൾ അതിൽ തന്നെ ദഹിച്ചു തീരണം. അതിൻ്റെ അയാൾ കാർ ഡോർ തുറന്നു. അച്ഛനെ വിളിക്കണം, എൻ്റെ മക്കളെയും വിളിക്കണം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിന്നെ കാണാൻ വരും. എനിക്കറിയണ്ടേ നീ സന്തോഷമായിട്ടാണോ കഴിയുന്നതെന്ന്. അലീന കണ്ണീരോട് തലയാട്ടി. സ്റ്റാൻലി ഒരു ഉരുക്ക് മനുഷ്യനെ പോലെ ഇരിക്കുന്നതേയുള്ളൂ. ആ വലിയ ശരീരത്തിനകത്ത് നിന്നുള്ള സ്നേഹമുള്ള മനസ്സുണ്ട്.
അയാളുടെ മുഖത്ത് വശം ഒന്നും കാണാൻ സാധിക്കില്ല. കുറെ അധികം കാലം പട്ടാളക്കാരനായിരുന്ന ആളല്ലേ. ബാലൻ കാറിൽ കയറിയിരുന്നു. പോട്ടെ മോളെ. അലീന മന്ദം തലയനക്കാണ്. ഡോർ അടച്ച ശേഷം ബാലൻ കാർ സ്റ്റാർട്ട് ചെയ്ത് പോയി. അയാളുടെ നേർക്ക് കൈ കാണിച്ചിട്ട് അയാൾ കാറോടിച്ച് പോകുന്നുണ്ട്. നിലത്തിറക്കി വെച്ച പെട്ടികൾക്കും ബാഗുകൾക്കും ഇടയിൽ അലീന നോക്കിക്കൊണ്ട് നിന്നു. കാർ മറയുന്നത് വരെ. അലീന അവളുടെ ഷാൾ കൊണ്ട് കണ്ണുനീര് തുടയ്ക്കുകയാണ്. 4-5 പെട്ടികൾക്കും ബാഗുകൾക്കും ഇടയിൽ നിൽക്കുകയാണ് താൻ. ദീർഘയാത്രക്കിടയിൽ അപരിചിതമായ ഏതോ ഒരു സ്ഥലത്ത് സഹയാത്രികൾ ഇറക്കിവിട്ട യാത്രക്കാരിയെ പോലെ അലീന ഒരു നിമിഷം ഒന്ന് പേടിച്ച് അന്താളിച്ച് നിൽക്കുകയാണ്. സിറ്റോളിൽ നിന്നുകൊണ്ട് സ്റ്റാൻലി ജോസഫ് പരിചാരക്കെന്ന് നിർദ്ദേശം നൽകുന്നത് അവൾ കണ്ടു. അനുസരണയോട് തലയാട്ടിയിട്ട് 2 പേർ തന്നെ നിരക്ക് നടന്നു വരുന്നുണ്ട്. ആൻ്റപ്പനും ബൈജുവാണത്. തന്നെ ലഗേജ് എടുക്കാൻ വേണ്ടി സ്റ്റാൻലി ജോസഫ് പറഞ്ഞയച്ചതാണെന്ന് അവൾക്ക് മനസ്സിലായി. ആ അച്ഛൻ സ്വന്തം മകളുടെ അടുത്തേക്ക് ഇറങ്ങി വരികയില്ല. ഇതുവരെ സംരക്ഷിച്ചിരുന്നവരെല്ലാം വേർപെടുത്തപ്പെട്ട് വേദനിച്ച് നിൽക്കുന്ന ആ മകളോട് ഒരാശ്വാസവാക്ക് പറഞ്ഞ് ഇനി നിനക്ക് ഞാനുണ്ടെന്ന് സാന്ത്വനിപ്പിച്ച് അദ്ദേഹം വീടിനുള്ളിലേക്ക് വിളിച്ചുകൊണ്ട് പോവുകയുമില്ല. മകളുടെ അടുത്തേക്ക് വന്ന് അവളുടെ പെട്ടിയോ ബാഗോ എടുത്തുകൊണ്ട് ഒരു കൈ സഹായിക്കുന്നുമില്ല. കൊള്ളാം, ഇങ്ങനെ തന്നെ വേണം. അലിനിക്കൊരു വാശി തോന്നി. കൂട്ടത്തിൽ ഏറ്റവും ഭാരമുള്ളൊരു സൂട്ട് കേസും ട്രോളി ബാഗും അവൾ തൂക്കിയെടുത്തു. അതുമായി പൂമുഖത്തേക്ക് നടന്നു. ആൻഡൻ തിരക്കപ്പെട്ടുവെന്ന് അവളോട് പറഞ്ഞു. വേണ്ട കുഞ്ഞെ, അവിടെ വെച്ചേക്ക്, ഞങ്ങൾ എടുത്തോളാം. വേണ്ട, ഇതെനിക്ക് ചുമക്കാവുന്നതേ ഉള്ളൂ, അലിന പറഞ്ഞു. ആൻ്റപ്പനും ബൈജുവും ബാഗ് ലഗേജുകളെടുത്ത് അടുത്തേക്ക് നീങ്ങുന്നത് കണ്ട അവൾ തിരിഞ്ഞു. എൻ്റെ പെട്ടി ബാഗും വേറെ ആരും എടുക്കുന്നത് എനിക്കിഷ്ടമില്ല, അതെടുക്കരുത്. ആൻ്റപ്പനും ബൈജുവും അമ്പർന്ന് പരസ്പരം നോക്കി. നായ്ക്കൾ നടന്നുപോയി അലിനയുടെ ലഗേജുകൾക്കടുത്ത് നിലയുറപ്പിച്ചു. അലിനെ ഭാരവും താങ്ങി സിറ്റോളിലേക്ക് വന്നപ്പോൾ സ്റ്റാൻലി ജോസഫ് ചെറിയ ശാസന കയർത്തിയോട് പറഞ്ഞു. എന്തിനാ ഇതൊക്കെ ചുമന്നുകൊണ്ട് വരുന്നത്? ഇവിടെ സെർവൻസ് ഉണ്ടല്ലോ. ഇതെടുക്കാൻ വേണ്ടിയാ ഞാനവരെ അങ്ങോട്ട് പറഞ്ഞയച്ചത്. സാരയില്ല, ഇതെനിക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. ഇത്രയും കാലം ഞാനൊരു സെർവൻ്റെ ജോലിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് എനിക്കിത് നല്ല പരിചയമാ. പറഞ്ഞു കഴിഞ്ഞപ്പോൾ അലിനിക്കിതിന് സംശയം തോന്നി. തൻ്റെ വാക്കുകളിൽ അദൃശ്യമായ മുനകളുണ്ടായിരുന്നോ? അതവിടെ വെച്ചേക്ക്, സ്റ്റാൻലി ആശ്ചര്യത്തോടെ പറഞ്ഞു. അലിനത്ത് താഴെ വെക്കാൻ കൂട്ടാക്കാതെ തൂക്കിപ്പിടിച്ചുകൊണ്ട് തന്നെ നടന്നു. സ്റ്റാൻലി മുറ്റത്തേക്ക് നോക്കി ആൻ്റപ്പനെ ബൈജുവിനെ ശകാരിച്ചു. നിങ്ങളുടെ എന്ത് ചെയ്യുകയാ? സ്വപ്നം കണ്ട് നിൽക്കുകയാണോ? ആ പെട്ടിയൊക്കെ എടുത്തുകൊണ്ട് പറഞ്ഞത് കേട്ടില്ലേ? പട്ടാള മേധാവിയുടെ ഉത്തരവിന് കേട്ട പോലെ അവർ 2 പേരും ഉടനടി ലഗേജ് ചാടിയെടുത്ത് സിറ്റൗട്ടിലേക്ക് കൊണ്ടുവന്നു. നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലായിരുന്നോ എൻ്റെ പെട്ടിയും ബാഗും തുടരുതെന്ന്? പിന്നെ എന്തിനാ എടുത്തത്? അലീന അല്പം നീരസത്തിൽ ചോദിച്ചു. ബൈജുവും ആൻ്റപ്പനും ധർമ്മസങ്കടത്തിലായിട്ടോ. കേണൽ സാബ് പെട്ടി എടുക്കാൻ പറയുന്നു. ഈ പെണ്ണാണെങ്കിൽ അവ താഴെ വയ്ക്കാനും ഏതാണ് അനുസരിക്കേണ്ടത്? അലീന തന്നെ അതിന് പരിഹാരം കണ്ടെത്തി. ഇതൊക്കെ എവിടെ വെക്കേണ്ടതെന്ന് കാണിച്ചെന്നാൽ മതി, അവൾ ആൻ്റപ്പനോട് പറഞ്ഞു. ആൻ്റപ്പൻ ദയനീയമായി സ്റ്റാൻലി നോക്കി. കാണിച്ചു കൊടുക്ക്, സ്റ്റാൻലി നിർദ്ദേശിച്ചു. ആൻ്റപ്പൻ പെട്ടിയും നോക്കി നടക്കാൻ ഭാവിച്ചപ്പോൾ അലീന പറഞ്ഞു. അതവിടെ വെച്ചിട്ട് വാ. ആൻ്റപ്പൻ അനുസരിച്ചു. അയാളുടെ പിന്നാലെ ഇടനാഴിലൂടെ നീങ്ങുമ്പോൾ അയാളെ തിരിഞ്ഞു നോക്കി. കേണൽ അദ്ദേഹം ഒരു ബാഗും എടുത്ത് ഒരു പിന്നാലെ വരുന്നുണ്ടോ? ഇല്ല, അദ്ദേഹം ഉത്തരവിടുകയുള്ളൂ.